നിമിഷം ഈശോയെ നോക്കി ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കിക്കൊണ്ട് പരിശുദ്ധ പിതാവിൻ്റെ നിയോഗം. ഇനി 92 ദിവസം കൂടിയുള്ളൂ വിശ്വാസ വർഷം, പ്രഖ്യാപിക്കപ്പെട്ട വിശ്വാസ വർഷം അവസാനിക്കുവാൻ. ഈ 92 ദിവസം കർത്താവ് നമ്മളോട് പറയുന്ന കാര്യങ്ങൾ അത് നമ്മൾക്ക് നിവർത്തിക്കുവാനുള്ള കൃപ കിട്ടുവാൻ, പരിശുദ്ധാത്മാവ് പരിശുദ്ധ പിതാവിനോടുകൂടി ആഗ്രഹിച്ചത് നിറവേറ്റപ്പെടുവാൻ നമ്മുടെ കരങ്ങൾ ഉയർത്തി ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ചുകൊണ്ട് നമുക്കൊരു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലേതുപോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു. അങ്ങയുടെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ നിന്നുള്ള വായനയാണ്. 16-ാം അധ്യായം 1-ാം വചനം. മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, അന്തിമമായ തീരുമാനം കർത്താവിൻ്റെതത്രേ. പ്രൈസ് ദി ലോർഡ്. ഒന്ന് ഏറ്റു പറയാം. മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, അന്തിമമായ തീരുമാനം കർത്താവിൻ്റെതത്രേ. നമുക്കിരിക്കാം. നമുക്കറിയാം, എല്ലാ കാര്യങ്ങൾക്കും ഒരു പദ്ധതികളുടെ രൂപം ചെയ്യാറുണ്ട് മനുഷ്യർ. പഞ്ചവത്സര പദ്ധതി നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ കാലയളവിൽ നമ്മൾ കൂടുതലായിട്ട് ഗ്രാമസഭകളൊക്കെ വന്നപ്പോൾ നമ്മൾ ഇയർലി പ്ലാനുകൾ, ആനുവൽ പദ്ധതികൾ നമ്മൾ കേൾക്കാറുണ്ട്. ഓരോ കാര്യം. അപ്പം അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ അറിയണമെങ്കിൽ അവരുമായിട്ട് നമുക്കൊരു സമ്പർക്കം ഉണ്ടാകണം. പഞ്ചായത്തിൽ നിന്നൊക്കെ കിട്ടുന്ന ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന ആർക്കാണ്, നമ്മുടെ പദ്ധതിയിൽ നമുക്ക് വല്ല ബെനിഫിറ്റ്സ് ഉണ്ടോ എന്നൊക്കെ നമ്മൾ അന്വേഷിക്കാറുണ്ട്, നിരന്തരം ബന്ധപ്പെടാറുണ്ട്. അതുപോലെ കർത്താവിന്റെ പദ്ധതി എന്താണെന്ന് നമുക്ക് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കർത്താവുമായിട്ടൊരു ബന്ധം വേണം നമുക്ക്. പ്രൈസ് ദി ലോർഡ്. കർത്താവുമായിട്ട് നിരന്തരം ബന്ധം പുലർത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തിക്കാണ് കർത്താവിന്റെ പദ്ധതികളെ അതിൽ പങ്കാളിയാകുവാൻ സാധിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓരോ വ്യക്തികളെ കുറിച്ചും കർത്താവിന്റെ ഒരു പദ്ധതിയുണ്ട്. തിരുവചനം ഇപ്രകാരം പറയുന്നുണ്ട്: മനുഷ്യൻ തന്റെ മാർഗം ആലോചിച്ച് വഹിക്കുന്നു, അവന്റെ കാലടികളെ നിയന്ത്രിക്കുന്നത് കർത്താവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ എത്ര പദ്ധതികൾ ആലോചിച്ച് വെച്ചാൽ അത് വിജയകരമായി മാറുന്നത് കർത്താവിന്റെ പദ്ധതി അനുസരിച്ചാണ്. അന്തിമ തീരുമാനം കർത്താവിൻ്റെതായതുകൊണ്ട് വിജയം കർത്താവ് നിശ്ചയിക്കുന്ന പോലാണ് സംഭവിക്കുക. പരാജയം നമുക്ക് സംഭവിക്കുന്നത് കർത്താവിന്റെ പദ്ധതിക്ക് പുറത്തായതുകൊണ്ടാണ്. കർത്താവിന്റെ പദ്ധതി അനുസരിച്ച് പോകാതെ വരുമ്പോഴാണ് നമ്മുടെ പദ്ധതികള് രൂപം കൊടുത്ത കാര്യങ്ങളൊക്കെ പരാജയപ്പെടുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഫൈനൽ ഡിസിഷൻ ഈസ് അവർ ഗോഡ്സ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. യെരമ്യാ പ്രവചനത്തിലെ 29-ാം അധ്യായത്തിൽ ഇപ്രകാരം പറയുന്നു: കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെ കുറിച്ചുള്ള പദ്ധതി എന്റെ മനസ്സിലുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വചനമാണ്. യെരമ്യാ 29:11 വചനം. കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെ കുറിച്ചുള്ള പദ്ധതി എന്റെ മനസ്സിലുണ്ട്. നിങ്ങളുടെ നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണത്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. അപ്പോൾ നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിക്കും, എന്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കും. ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന ശ്രവിക്കും. നിങ്ങൾ എന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. എങ്ങനെ അന്വേഷിക്കുമ്പോഴാണ്? പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തും. നിങ്ങൾ എന്നെ കണ്ടെത്താൻ ഞാൻ ഇടയാക്കുമെന്നും കർത്താവ് അരുളി ചെയ്യുന്നു. ഞാൻ നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുപക്ഷെ നമ്മുടെ പദ്ധതികളൊക്കെ പരാജയപ്പെട്ടവരാകാം. പക്ഷെ കർത്താവിലേക്ക് അടുക്കിലേക്ക് വന്നു കഴിയുമ്പോൾ ഈ തിരുവചനത്തിന്റെ അവസാന ഭാഗം പഠിപ്പിക്കുന്ന ഇതാണ്: ഞാൻ നിങ്ങളുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കും. നമുക്ക് ലഭിക്കേണ്ട ഐശ്വര്യം കർത്താവിന്റെ സന്നിധിയിലേക്ക് വന്നു കഴിയുമ്പോൾ അത് പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിന്റെ സന്നിധിയിലേക്ക് വന്നു കഴിയുമ്പോൾ അത് പുനഃസ്ഥാപിച്ചു തരും, അത് റെക്ടിഫൈ ചെയ്തു തരും.
ഒരുപക്ഷെ നമുക്ക് നമ്മുടെ ജീവിതത്തിലെ പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. കർത്താവിനോട് ആലോചന ചോദിക്കാതെ നമ്മൾ പോയിട്ടുണ്ട്. അങ്ങനെ പോയിട്ടുള്ളവരായിരിക്കാം കർത്താവിന്റെ സന്നിധിയിലേക്ക് ഇത് കടന്നു വന്നിരിക്കുന്നത്. കർത്താവിന്റെ വചനം പറയുകയാണ്, എന്നെ കണ്ടെത്തുവാൻ നിങ്ങളെ ഞാൻ ഇടയാക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു പരാജയം സംഭവിക്കുമ്പോഴാണല്ലോ നമ്മള്, അല്ലെങ്കിൽ ഒരു തോൽവി സംഭവിക്കുമ്പോൾ, ഒരു നഷ്ടം സംഭവിക്കുമ്പോഴായിരിക്കാം നമ്മള് കർത്താവിനെ അന്വേഷിച്ചു പോവുക. എല്ലാം പതിലമായിട്ട് പോകുമ്പോഴേ നമ്മള് കർത്താവിനെ അന്വേഷിക്കാൻ സാധ്യത കുറവാണ്. ഒരു നന്ദി കരയറ്റുവാൻ പോലും, പറയാൻ പോലും, സ്തുതിക്കുവാൻ പോലും നമുക്ക് സാധിച്ചെന്ന് വരത്തില്ല. സുഭിക്ഷതയുടെ കാലങ്ങളിൽ നമ്മളെ മനുഷ്യ സഹജമാണത്. എന്നാൽ കർത്താവുമായിട്ട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം എല്ലാം ശുഭമായിട്ട് മാറുമെന്നാണ് കർത്താവിന്റെ വചനം പറയുന്നത്. കർത്താവ് അരുളി ചെയ്യുന്നത് നമുക്ക് ഒന്നുകൂടെ പറയാം, വചനമേറ്റ് പറയാം. നിങ്ങളെ കുറിച്ചുള്ള പദ്ധതി എന്റെ മനസ്സിലുണ്ട്, നിങ്ങളുടെ നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. യേശയ്യാപ്രവചനത്തിൽ വീണ്ടും ഇപ്രകാരം പറയുന്നത്, യേശയ്യായുടെ പുസ്തകം 55-ാം അധ്യായത്തിൽ, എന്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ ഫലരഹിതമായി അവ തിരിച്ചു വരില്ല. എന്റെ ഉദ്ദേശം, എന്റെ പദ്ധതി, എന്റെ പ്ലാൻ, എന്റെ ഉദ്ദേശം അത് നിറവേറ്റും. ഹല്ലേലൂയ. ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം വിജയപ്രദമായി ചെയ്യും. നിങ്ങൾ സന്തോഷത്തോടെ പുറപ്പെടും, സമാധാനത്തിൽ നയിക്കപ്പെടും. മലകളും കുന്നുകളും നിങ്ങളുടെ മുമ്പിൽ ആർത്തുപാടും. വനവൃക്ഷങ്ങൾ കൈകൊട്ടും. മുൾച്ചെടിക്ക് പകരം സരളവൃക്ഷവും കാരയ്ക്ക് പകരം സൗഗന്ധികവും മുളയ്ക്കും. ഇത് കർത്താവിനൊരു സ്മാരകവുമായിരിക്കും, ഒരിക്കലും നശിക്കാത്ത ശാശ്വത സ്മാരകം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ഇപ്പോൾ വിളിച്ച് വന്നിരിക്കുന്നവരാണ് നമ്മൾ. ഈ ഉച്ച സമയത്ത് ശനിയാഴ്ച ഇവിടെ വെറുതെ വന്നവരല്ല, ഓരോ കാര്യങ്ങളുമായിട്ട് വന്നവരാണ്. അത് കർത്താവ് നമ്മളെ വിളിച്ചതാ, സ്നേഹിക്കുന്നതുകൊണ്ട് വിളിക്കുന്നതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ ആരാധന. കർത്താവിന്റെ മനസ്സ് നമുക്ക് എങ്ങനെ അറിയാൻ സാധിക്കും? സഹോദരി ഒന്ന് എടുക്കണേ. കോരിന്ത്യക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 9 മുതലുള്ള വചനങ്ങളിൽ പറയുന്നുണ്ട്, കോരിന്ത്യക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം ലേഖനം 2-ാം അധ്യായം 9 മുതലുള്ള വചനങ്ങൾ, എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്നവ കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല. എന്നാൽ നമുക്ക് ദൈവം അതെല്ലാം ആത്മാവ് മുഖേന വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവം അവയെല്ലാം നമുക്ക് ആത്മാവ് മുഖേന വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. എന്തെന്നാൽ ആത്മാവ് എല്ലാ കാര്യങ്ങളും, ദൈവത്തിന്റെ നിഗൂഢ രഹസ്യങ്ങൾ പോലും അന്വേഷിച്ച് കണ്ടെത്തുന്നു. മനുഷ്യന്റെ അന്തർഗതങ്ങൾ അവന്റെ ആത്മാവല്ലാതെ മറ്റാരാണ് അറിയുക? അതുപോലെ തന്നെ ദൈവത്തിന്റെ ചിന്തകൾ ഗ്രഹിക്കുക ദൈവാത്മാവിനല്ലാതെ മറ്റാർക്കും സാധ്യമല്ല. നാം സ്വീകരിച്ചിരിക്കുന്നത് ലോകത്തിന്റെ ആത്മാവിനെ അല്ല, പ്രത്യുത ദൈവം നമുക്കായി വർഷിക്കുന്ന ദാനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി, ദൈവം നമുക്കായി വർഷിക്കുന്ന ദാനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ദൈവത്തിന്റെ ആത്മാവിനെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പൗലോസ്ലീഹ വീണ്ടും പറയുന്നു, തന്നിമിത്തം ഞങ്ങൾ ഭൗതിക വിജ്ഞാനത്തിന്റെ വാക്കുകളിൽ പ്രസംഗിക്കുകയല്ല, ആത്മാവ് ഞങ്ങളെ പഠിപ്പിച്ചതനുസരിച്ച് ആത്മാവിന്റെ ദാനങ്ങൾ പ്രാപിച്ചവർക്ക് വേണ്ടി ആത്മീയ സത്യങ്ങൾ വ്യാഖ്യാനിക്കുകയാണ് ചെയ്യുന്നത്. ലൗകിക മനുഷ്യന് ദൈവാത്മാവിന്റെ ദാനങ്ങൾ പോഷത്വമാകയാൽ അവൻ അത് സ്വീകരിക്കുന്നില്ല. ഈ ദാനങ്ങൾ ആത്മീയമായി വിവേചിക്കപ്പെടേണ്ടവയാകയാൽ അവ ഗ്രഹിക്കാനും അവന് സാധിക്കുന്നില്ല. ആത്മീയ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയുന്നു, അവനെ വിധിക്കാൻ ആർക്കും സാധിക്കുകയുമില്ല. കർത്താവിനെ പഠിപ്പിക്കാൻ തക്കവിധം അവിടുത്തെ മനസ്സ് അറിഞ്ഞവൻ ആരുണ്ട്? ഞങ്ങളാകട്ടെ ക്രിസ്തുവിന്റെ മനസ്സ് അറിയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പരിശുദ്ധാത്മാവ് അപ്പസ്തോലനിലൂടെ പറയുകയാണ്, ഞങ്ങളാകട്ടെ ക്രിസ്തുവിന്റെ മനസ്സറിയുന്നു. ദൈവത്തിന്റെ, സാക്ഷാൽ ദൈവത്തിന്റെ, ഈശോയുടെ മനസ്സറിയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതെങ്ങനെയാണ് അറിയുന്നതെന്ന് നമ്മൾ വായിച്ചു കേട്ടു, ദൈവത്തിന്റെ ആത്മാവ് വഴി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ പദ്ധതികൾ ആസൂത്രണം ചെയ്യുമ്പോൾ കർത്താവിന്റെ പദ്ധതിയാണോ എന്ന് മനസ്സിലാക്കുവാൻ എങ്ങനെയാണത് ആലോചനയിലേക്ക് പോകേണ്ടത്? പരിശുദ്ധാത്മാവ് വഴി. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടാണ്
ദൈവത്തിന്റെ പദ്ധതിയുമായിട്ട് നമുക്ക് സഹകരിക്കാൻ സാധിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഈ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നമുക്കറിയാം, നിരന്തരം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്, പരിശുദ്ധാത്മാവിന് വേണ്ടി നമ്മൾ ദാഹിക്കുന്നു. പരിശുദ്ധാത്മാവിനെ എങ്ങനെയാണ് ലഭിക്കുക എന്ന് നമ്മൾ അപ്പസ്തോല പ്രവർത്തനത്തിലൂടെയൊക്കെ കാണുന്നുണ്ട്. അപ്പസ്തോല പ്രവർത്തനത്തിന്റെ 1-ാം അധ്യായം യേശു ശിഷ്യന്മാരോടൊപ്പം ഭക്ഷണത്തിലിരിക്കുമ്പോൾ, ഞാനത് ദീർഘിച്ച് വായിച്ചതാണ്, അവൻ അവരോടൊപ്പം ഭക്ഷണത്തിലിരിക്കുമ്പോൾ കൽപ്പിച്ചു, നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്. എന്നിൽ നിന്ന് നിങ്ങൾ കേട്ട പിതാവിന്റെ വാഗ്ദാനം കാത്തിരിക്കുവിൻ. എന്തെന്നാൽ യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം നൽകി, നിങ്ങളാകട്ടെ ഏറെ താമസിയാതെ പരിശുദ്ധാത്മാവിനാൽ സ്നാനമേൽക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജെറുസലേം വിട്ടു പോകരുത്. അച്ഛൻ ഒരിക്കൽ ഇവിടെ പറയുന്നത് കേട്ടു, അൾത്താര വിട്ടു പോകരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രസാദവരത്തിന്റെ ദൈവത്തിന്റെ ഉറവയിൽ നിന്ന്, പ്രസാദവരത്തിന്റെ ഉറവയാണ് ഈ അൾത്താരയിൽ നിന്നും നിർഗളിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉദാശകൾ വഴി വിശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ട് പരിശുദ്ധ കുർബാനയിൽ നിന്ന് നിർഗളിക്കുന്ന ആത്മാവിനെ, പരിശുദ്ധാത്മാവിനെ പ്രസാദവരം കൊണ്ട് നിറയുവാൻ ഈ അൾത്താര വിട്ടു പോകരുത്. ഹല്ലേലൂയ. ഇവിടെ നിന്ന് ശക്തി സ്വീകരിച്ചിട്ട് മാത്രമേ നമ്മൾ പോകാമുള്ളൂ. ഹല്ലേലൂയ. ആ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയായാലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഇവിടുന്ന് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചുകൊണ്ട്, പരിശുദ്ധാത്മാവിനുള്ള കൂദാശ വഴി സ്വീകരിച്ചതാണ്. മാമോദിസ തുടങ്ങിയുള്ള കൂദാശകളില്, വിശുദ്ധീകരിക്കപ്പെടുന്ന കൂദാശകൾ വഴി എല്ലാം നമ്മൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് പരിശുദ്ധാത്മാവിൽ പവിത്രീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവരാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഈ ശക്തി ലഭിക്കും. ഹല്ലേലൂയ. ലോകത്തിന്റെ ഏത് മേഖലയിലേക്ക് പോയാലും, ഇവിടെ വന്നിരിക്കുന്ന തൊഴിലന്വേഷിച്ച് പോകുന്ന ചെറുപ്പക്കാരുണ്ട്, യുവാക്കളെ, യുവതികളെ, ഉന്നത വിദ്യാഭ്യാസവും കഴിഞ്ഞ് ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും പോകുന്നവരുണ്ട്. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ജനങ്ങളെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ എല്ലാവരുടെയും രക്ഷയ്ക്ക് വേണ്ടി ഇവിടെ വന്നിരിക്കുന്ന മക്കൾക്ക് കർത്താവ് ഒരു പദ്ധതി കൊടുക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവാൽ നിറഞ്ഞ് ലോകത്തിന്റെ അതിർത്തികൾ വരെ, ലോകത്തിന്റെ അവരായിരിക്കുന്ന സ്ഥലങ്ങളിൽ, സൗദി അറേബ്യയിലാകാം, മറ്റ് ഗൾഫ് രാജ്യങ്ങളിലാകാം, ലോകത്തിന്റെ മറ്റേത് ഭാഗങ്ങളിലുമാകാം, പോകുന്നിടത്ത് സുഖലോലുപതയിൽ ജീവിക്കുവാൻ വേണ്ടിയല്ല, ഉന്നത വിദ്യാഭ്യാസം സിദ്ധിച്ച് ഉന്നതമായ ശമ്പളമൊക്കെ വാങ്ങി നാശത്തിലേക്ക് പോകാൻ വേണ്ടിയല്ല, പിന്നെയോ ഏറ്റവും വലിയ സമ്പത്തായ പരിശുദ്ധാത്മാവിനെ. ഹല്ലേലൂയ. ഈശോ പറഞ്ഞു, ഞാൻ എന്റെ സമ്പത്ത് നിങ്ങളുടെ മേൽ വർഷിക്കും. ഹല്ലേലൂയ. ഉന്നതത്തിൽ നിന്നുള്ള സമ്പത്തായ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചുകൊണ്ട് അതാണ് ഏറ്റവും വലിയ ആനന്ദം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഈ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അപ്പോസ്തല പ്രവർത്തനത്തിന്റെ 1-ാം അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട്, ഈശോ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോയി കഴിഞ്ഞ് അവർ ഏകമനസ്സോടെ യേശുവിന്റെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടും അവന്റെ സഹോദരരോടൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അമ്മയുടെ മധ്യസ്ഥം പ്രാർത്ഥിച്ചുകൊണ്ട്, അമ്മയോടൊപ്പമായിരുന്നുകൊണ്ട്. ചിതറിപ്പോയ ശിഷ്യന്മാരാണ്. യേശുവിന്റെ ക്രൂശ് മരണത്തിന് ശേഷം അവർ ചിതറിപ്പോയിരുന്നു. അവർ പറഞ്ഞത് നമുക്കറിയാം. എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാർ പറഞ്ഞത് നമുക്കറിയാം. അവനൊരു പ്രവാചകനായിരുന്നെന്ന് ഞങ്ങൾ വിശ്വസിച്ചു, പക്ഷെ ഞങ്ങളെ നിരാശരായിക്കൊണ്ട് അവനെ അവർ കുരിശിലേറ്റി. അന്നേരത്തിന് ഉയർത്തെഴുന്നേറ്റ കർത്താവ് അവരുടെ ഒപ്പം കൂടിക്കൊണ്ട് അവരോട് വ്യാഖ്യാനിക്കുന്നുണ്ട് വിശുദ്ധ ലിഖിതം മുഴുവൻ. ഈ ശിഷ്യന്മാര് കർത്താവ് 40 ദിവസം കഴിഞ്ഞ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് പറഞ്ഞതാണ് അവരോട്, നിങ്ങൾ ഉന്നതത്തിൽ നിന്ന് ശക്തി സ്വീകരിക്കുന്നവരെ ജെറുസലേം വിട്ടു പോകരുത്. ഹല്ലേലൂയ. അവർ ഏകമനസ്സോടെ യേശുവിന്റെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടും അവന്റെ സഹോദരരോടുമൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. പരിശുദ്ധാത്മാവിന്റെ ആഗമന ദിവസം സംഭവിച്ച നമുക്കറിയാം. അവന്റെ വചനം ശ്രവിച്ചവർ സ്നാനം സ്വീകരിച്ചു. അവർ അപ്പസ്തോലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ, പ്രാർത്ഥന എന്നിവയിൽ സദാ താല്പര്യപൂർവ്വം പങ്കുചേർന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി. നമുക്ക് കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയൊന്നും ചെല്ലാം. അതിനകത്ത് നമ്മൾ പറയുന്നുണ്ടല്ലോ, അവിടുത്തെ രാജ്യം വരണമേ, അവിടുത്തെ തിരുമനസ് സ്വർഗത്തിലേതുപോലെ ഭൂമിയിലുമാകണമേ, അല്ലേ?
കർത്താവിന്റെ തിരുമനസ് സ്വർഗത്തിലേതുപോലെ ഭൂമിയിലും ആകണമെങ്കിൽ എന്താണ് രണ്ടാമത്തെ ഖണ്ഡികയിൽ പറയുന്നുണ്ട്? ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ ആരാധന. കർത്താവിനോട് ചേർന്നിരിക്കാൻ കർത്താവ് പറയുന്ന ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്. നിങ്ങളെ അവിടുത്തോട് ചേർന്ന് നിൽക്കുക. എങ്ങനെയാണ് അവിടുത്തോട് ചേർന്ന് നിൽക്കുന്നത്? അവിടുത്തെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട്, ദൈവത്തെ സ്നേഹിച്ച് അവിടുത്തെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് അവിടുത്തോട് ചേർന്ന് നിൽക്കുക എന്നാണ് അവിടുന്ന് പറയുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ കർത്താവിനോട് ചേർന്നിരിക്കുന്നിടത്തോളം കാലം അവിടുന്ന് നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാനുള്ള കാര്യങ്ങളാണ്. ഏക മനസ്സോടുകൂടി നമുക്ക് ആരോടെങ്കിലും വെറുപ്പും വിദ്വേഷവും ഒക്കെ ഉണ്ടെങ്കിൽ അത് ഉപേക്ഷിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ഈ പൂർണ്ണ ആത്മാവിനെ ലഭിക്കുകയുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ ദൈവമായ കർത്താവിനെ സ്നേഹിച്ച് അവിടുത്തെ വാക്ക് കേട്ട് അവിടുത്തോട് ചേർന്ന് നിൽക്കുക. നിനക്ക് ജീവനും ദീർഘായുസ്സും ലഭിക്കും. ജീവൻ വെറും ജീവനല്ല, സമർത്ഥമായ ജീവൻ നൽകുവാനാണ് ഈശോ വന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ സ്നേഹിക്കുന്നവർക്കാണല്ലോ ആത്മാവിനെ ലഭിക്കുക. നമ്മളിവിടെ വായിച്ചു കേട്ടു, കോറിന്തോസ്കാർക്ക് എഴുതിയ 1 ലേഖനം 2-ാം അധ്യായം നമ്മൾ വായിച്ചു കേട്ടു. പരിശുദ്ധാത്മാവിലൂടെ പരിശുദ്ധാത്മാവിനെ ലഭിക്കണമെങ്കിൽ നമുക്കറിയാം. യോഹന്നാൻ ശ്ലീഹ എഴുതിയ 1-ാം ലേഖനത്തിന്റെ 4-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് ആരെങ്കിലും പറയുകയും സ്വന്തം സഹോദരനെ ദ്വേഷിക്കുകയും ചെയ്താൽ അവൻ കള്ളം പറയുന്നു. ഒന്നുകൂടെ വായിക്കാൻ. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് ആരെങ്കിലും പറയുകയും സ്വന്തം സഹോദരനെ ദ്വേഷിക്കുകയും ചെയ്താൽ അവൻ കള്ളം പറയുന്നു. കാരണം കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കുവാൻ സാധിക്കുകയില്ല. ക്രിസ്തുവിൽ നിന്ന് ഈ കൽപ്പന നമുക്ക് ലഭിച്ചിരിക്കുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെയും സ്നേഹിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിനോട് ചേർന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ ലഭിക്കുവാൻ വേണ്ടി, കർത്താവിന്റെ പദ്ധതികൾ മനസ്സിലാക്കുവാൻ വേണ്ടിയുള്ള നിബന്ധനയാണ്. നീ ബലിയർപ്പിക്കാൻ വരുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് ആർക്കെങ്കിലും വിരോധം തോന്നുന്നുവെന്ന് നിനക്ക് തോന്നിയാൽ നീ കാഴ്ചവസ്തു ബലിപീഠത്തിൽ വെച്ചിട്ട് പോയി അവന് സഹോദരനുമായി രമ്യതപ്പെട്ടിട്ട് വരിക. അപ്പോഴാണ് ആ ബലി പൂർത്തിയാകുക. ഹല്ലേലൂയ, ആ ബലി ഫലദായകമാകുക. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. തിരുവചനം പഠിപ്പിക്കുന്നു, നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കാം. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെയാണ് ഇപ്പോൾ നമുക്ക് നൽകിയിരിക്കുന്നത്. ഈ പരിശുദ്ധാത്മാവിന്റെ ആലോചന കൂടാതെ, പരിശുദ്ധാത്മാവിനോട് ആലോചന കൂടാതെ നമുക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. ഈശോ തന്റെ ആത്മാവിനെ നമുക്ക് നൽകിയിട്ട് പോയതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 16-ാം അധ്യായത്തിൽ ഇപ്രകാരം പറയുന്നു, ഞാൻ പോകുന്നില്ലെങ്കിൽ സഹായം നിങ്ങളുടെ അടുക്കലേക്ക് വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കലേക്ക് ഞാൻ അയക്കും. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും. അവർ എന്നിൽ വിശ്വസിക്കാത്തതിനാൽ പാപത്തെക്കുറിച്ചും ഞാൻ പിതാവിന്റെ അടുക്കലേക്ക് പോകുന്നതുകൊണ്ടും നിങ്ങൾ ഇനിമേലിൽ എന്നെ കാണുകയില്ലാത്തതുകൊണ്ടും നീതിയെക്കുറിച്ചും ഈ ലോകത്തിന്റെ അധികാരി വിധിക്കപ്പെട്ടിരിക്കുന്നതിനാൽ ന്യായവിധിയെക്കുറിച്ചും ബോധ്യപ്പെടുത്തും. സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. അവൻ സ്വമേധയാ ആയിരിക്കുകയല്ല സംസാരിക്കുന്നത്, അവൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കും. ഹല്ലേലൂയ, പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും കേൾക്കുന്നത് മാത്രം പരിശുദ്ധാത്മാവ് സംസാരിക്കും. വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. ഹല്ലേലൂയ, നമ്മുടെ ഭാവിയെ കുറിച്ച് നമുക്ക് വെളിപ്പെടുത്തി തരും. ഹല്ലേലൂയ. അവൻ എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് നിങ്ങളോട് പ്രഖ്യാപിക്കും. അങ്ങനെ അവൻ എന്നെ മഹത്വപ്പെടുത്തും. പിതാവിനുള്ളതെല്ലാം എനിക്കുള്ളതാണ്, അതുകൊണ്ടാണ് എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് അവൻ നിങ്ങളോട് പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞത്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. ഈ പരിശുദ്ധാത്മാവിന്റെ നിറവ് നമ്മൾക്കുണ്ടാകണം. അപ്പോൾ മാത്രമാണ് ദൈവത്തിന്റെ പദ്ധതി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക. ഹല്ലേലൂയ, യേശുവേ നന്ദി. ഒരു നിമിഷം നമുക്ക് എഴുന്നേറ്റ് നിന്നുകൊണ്ട് പരിശുദ്ധാത്മാവിനെ നമുക്കൊരു ഗാനത്തിലൂടെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമുക്ക് നിറയണം. ദൈവം നമുക്ക് തരുന്ന ദാനങ്ങൾ നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മളുടെ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ എത്രത്തോളം ലോകത്തിൽ ഓടി നടന്നാലും നമുക്ക് സന്തോഷം ലഭിക്കുകയില്ല. എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവം
ഈശോ പറഞ്ഞു, നിങ്ങൾ എന്റെ വചനം പാലിക്കുമെങ്കിൽ ഞാനും എന്റെ പിതാവും നിങ്ങളുടെ കൂടെ വന്ന് വസിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ ത്രിത്വമാണ് നമ്മുടെ കൂടെ വസിക്കുവാൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ. ഞങ്ങൾ ഒന്നിച്ച് ഭക്ഷണം കഴിക്കും. ഹല്ലേലൂയ. ഒന്നിച്ച് ഭക്ഷണം കഴിക്കുവാനാണ് അവിടുന്ന് വിളിച്ചിരിക്കുക. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമുക്ക് ലഭിക്കുവാൻ വേണ്ടി നമുക്കൊരു നല്ലൊരു ഗാനം, നമുക്കൊരു അഭിഷേകം നമുക്ക് ലഭിക്കണം. ഇന്ന് ഇവിടുന്ന് കടന്നു പോകുമ്പോൾ നമ്മൾ വെറും കൈയോടെയല്ല പോവുക. കർത്താവിന്റെ ആത്മാവ്, ക്രിസ്തുവിന്റെ ആത്മാവ് ഉള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട് എന്നാണ് തിരുവചനം പഠിപ്പിക്കുക. കർത്താവ് ആത്മാവാണ്. കർത്താവിന്റെ ആത്മാവ് ഉള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. ഒരു ബന്ധനവും ഇല്ല. അവിടെ എല്ലാ കെട്ടുകളും അവിടുന്ന് അഴിയും. നമ്മളിപ്പം ബന്ധിച്ചിട്ടിരിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ സത്യാത്മാവ് വന്നു കഴിയുമ്പോൾ നമ്മളെ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ ബന്ധനങ്ങളും മാറണമെങ്കിൽ ദൈവത്തിന്റെ സഹവാസം നമ്മളോടൊപ്പം ഉണ്ടാകണം. ഹല്ലേലൂയ. നമുക്ക് സന്തോഷത്തോടെ കർത്താവിലേക്ക് നോക്കിക്കൊണ്ട് കരങ്ങൾ ഉയർത്തി കൈയടിച്ചൊക്കെ നമുക്കൊരു പാട്ട് പാടാം. ഹല്ലേലൂയ. Shakti
ഹല്ലേലൂയ. നമുക്കിരിക്കാം. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 28-ാം വചനം പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് എല്ലാം നന്മയ്ക്കായിട്ട് പരിണമിപ്പിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ഹല്ലേലൂയ. എല്ലാവർക്കും അറിയാവുന്ന വചനമാണ് അല്ലെ? ബൈഹാർട്ട് അറിയാം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് എന്ന് പറഞ്ഞ് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായിട്ട് പരിണമിപ്പിക്കുന്നു എന്ന് നമുക്കറിയാമല്ലോ. ഹല്ലേലൂയ. ദൈവത്തെ സ്നേഹിക്കുന്നവരാരാണെന്ന് നമ്മൾ കണ്ടു. ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെയും സ്നേഹിക്കും. ഹല്ലേലൂയ. ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നവൻ സഹോദരനെ ദ്വേഷിക്കുന്നെങ്കിൽ അവൻ കള്ളം പറയുന്നു. അപ്പം സ്നേഹത്തിൽ പൂർണ്ണനായവനാണ് ദൈവത്തെ സ്നേഹിക്കുന്നത്. അവന്റെ പദ്ധതികളാണ്, അവനുള്ള പദ്ധതികളാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർ സഹോദരനോടും വെറുപ്പില്ല, എല്ലാവരോടും, ലോകത്തിൽ ഒരുത്തരോടും വെറുപ്പില്ല. സ്നേഹം കൊണ്ട് നിറഞ്ഞവൻ. ദൈവം സ്നേഹമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ സ്നേഹം കൊണ്ട് നിറഞ്ഞ വ്യക്തിക്കാണ് എല്ലാ പദ്ധതികളും. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്കെല്ലാം നന്മയ്ക്കായിട്ട് മാറ്റുന്നു. ഹല്ലേലൂയ. ആരും നിരാശരാകേണ്ട, കർത്താവിലേക്ക് മടങ്ങി വരിക. തെറ്റുകളുണ്ടെങ്കിൽ അത് ഏറ്റുപറയുക. കർത്താവിനോട് ആലോചന ചോദിക്കാതെ പോയി ചെയ്ത കാര്യങ്ങളൊക്കെ പരാജയപ്പെട്ടിട്ടുണ്ടാകാം. എന്നാൽ നമ്മൾ ക്ഷമാപണം കർത്താവിന്റെ സന്നിധിയിൽ അത് മാപ്പിരുന്നുകൊണ്ട് അനുദപിച്ച് അത് ഏറ്റുപറഞ്ഞ് കർത്താവിന്റെ സന്നിധിയിൽ ഒരു വിശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ട് മടങ്ങി പോയാൽ തീർച്ചയായിട്ടും നമുക്ക് ദൈവം നല്ലതൊരുക്കി വെക്കും, ധൃതി വെക്കാതെ. കാരണം കാലതാമസം വരുന്തോറും അതിനകത്തെ സന്ദേശം ഇതാണ്: കർത്താവിന്റെ സന്നിധി വിട്ടുപോകാതെ കർത്താവിനോട് ചേർന്നിരിക്കുവാൻ നമ്മളെ അവിടുന്ന് പഠിപ്പിക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. കാലതാമസം വരുന്നുണ്ടെങ്കിൽ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം ജോലി, നല്ല വിദ്യാഭ്യാസം സിദ്ധിച്ചു, നല്ല ജോലി ലഭിക്കുവാൻ താമസം വരുന്നു. ഒരുങ്ങുക, അതിനുവേണ്ടി കർത്താവ് ഒരുക്കുകയാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നതിൽ നല്ലതായിട്ടുള്ളത് നമ്മളൊരു പക്ഷേ പ്ലാൻ ചെയ്തിട്ടുണ്ടാകും, ഇന്ന ഒരു ജോലി, അതായിരിക്കില്ല. അതിൽ ഉന്നതമായ ഒരു ജോലി കർത്താവ് തന്റെ ശുശ്രൂഷയും കൂടെ ഏൽപ്പിച്ചുകൊണ്ട് പോകുന്ന നാട്ടിൽ, നമുക്കറിയാം നമ്മുടെ ഗൾഫ് മേഖലകളിലൊക്കെ പള്ളിയൊന്നും അധികം ഇല്ല, ദേവാലയങ്ങൾ ഇല്ലാത്ത നാടുകളിലെ ഇവിടെ നിന്ന് സഹോദരങ്ങൾ വന്ന് ഇവിടെ വചനമൊക്കെ പങ്കുവച്ചിട്ടുണ്ട്. അവർ പറഞ്ഞ് അവര് ശനിയാഴ്ച ദിവസം, അവർ ഞായറാഴ്ചയാണ് അവർ കൂടുക, വെള്ളിയാഴ്ചയാണ് അവിടെ അവധി. പക്ഷെ ഞായറാഴ്ച അവർ കിലോമീറ്ററുകളോളം ഡ്രൈവ് ചെയ്ത് പോയി ദുബായിലും അതുപോലെ അബുദാബി പ്രദേശങ്ങളിലും മസ്കറ്റ് അതുപോലുള്ള സ്ഥലത്തൊക്കെ പോയി ശുശ്രൂഷ ചെയ്യുന്നവരുണ്ട്. വചനം പഠിക്കുകയും പരസ്പരം പങ്കുവെക്കുകയും അവിടെ അച്ഛന്മാരും ദേവാലയങ്ങളൊന്നും ഇല്ലാത്ത നാടുകളിലെ അവർ വചനത്തിന് വേണ്ടി ദാഹിക്കുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇതുപോലെ ഒരു ദാഹം നമുക്കുണ്ടാകണം ആദ്യം. ഹല്ലേലൂയ. ഈശോ പറയുന്നുണ്ട് യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിലെ 7-ാം അധ്യായം 37-ാം വചനം എന്താ പറയുന്നത്? ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എന്റെ അരികിൽ വന്ന്, എന്റെ അടുത്ത് വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവി ഒഴുകും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒന്ന് ഏറ്റു പറഞ്ഞേ. ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ ആദ്യം നമുക്ക് ദാഹമുണ്ടാകണം, പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള ദാഹം. ആ ദാഹമുള്ള വ്യക്തി തീവ്രമായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരുന്ന പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു പോകാം. ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവരെന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. കാരണം ഹൃദയത്തിലാണ് കർത്താവ് പരിശുദ്ധാത്മാവിനെ നമ്മൾ നിക്ഷേപിച്ചിരിക്കുക. ഈ പരിശുദ്ധാത്മാവിന്റെ നിറവ് നമുക്ക് ലഭിക്കുമ്പോൾ മറ്റുള്ളവരിലേക്ക് സ്നേഹം കൊടുക്കുവാന്, സ്നേഹത്തിന്റെ ദൂത് കൊടുക്കുവാന് നമുക്ക് സാധിക്കും. ഹല്ലേലൂയ. ആദ്യം ഒന്ന് വിശ്വസിക്കണം, അടുത്തു വരണം. കർത്താവിന്റെ വിശ്വസിച്ചുകൊണ്ട് ഏറ്റവും അടുത്തു വരണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. അവൻ ഇത് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരിക്കുന്ന ആത്മാവിനെ പറ്റിയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഉറക്കെ ഹല്ലേലൂയ. ഉറക്കെ ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. സ്വർഗം സന്തോഷിക്കുകയാണ്. ഹല്ലേലൂയ. സ്വർഗം സന്തോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. വെളിപാട് പുസ്തകം 22:17 പറയുന്നു, ദാഹിക്കുന്നവൻ വരട്ടെ, ആഗ്രഹമുള്ളവൻ ജീവന്റെ ജലം സൗജന്യമായി സ്വീകരിക്കട്ടെ. വിലയൊന്നും കൊടുക്കണ്ട. ഹല്ലേലൂയ. സൗജന്യമായി ലഭിക്കും. വെളിപാട് 22:17. ദാഹിക്കുന്നവൻ വരട്ടെ, ആഗ്രഹമുള്ളവൻ ജീവന്റെ ജലം സൗജന്യമായി സ്വീകരിക്കട്ടെ. ഹല്ലേലൂയ. വില കൊടുത്ത് മാത്രം സമ്പാദിക്കുന്നവരെ നമ്മളൊക്കെ സൗജന്യമായിട്ട് കിട്ടുന്നു വേണ്ട. കർത്താവിന്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് സൗജന്യമായിട്ട് നൽകുന്നു. ഹല്ലേലൂയ.
നമ്മളിവിടെ വന്നിരിക്കുന്നവർ അത് മനസ്സിലാക്കുക. ഇനി വരുവാനിരിക്കുന്നവരെ നമ്മളത് പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. നിരാശയിലായിരിക്കുന്ന അനേകം മക്കളുണ്ട് ലോകത്തിൽ. അവർക്ക് നമ്മളത് പറഞ്ഞു കൊടുക്കണം. ഏത് ജാതിയും എന്തും അത് നോക്കരുത്. കർത്താവിൻ്റെ ആത്മാവിൽ നിറഞ്ഞു കഴിയുമ്പോഴാണ്, ആ പദ്ധതി മനസ്സിലാക്കി കഴിയുമ്പോഴാണ് എല്ലാം. നമ്മൾ ഒരു കാര്യം നമ്മൾ ആദ്യം ബേസ് നമ്മൾ കണ്ടു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്കാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനുമായിട്ട് ദൈവീതരായിരിക്കും. സഹോദരൻ എന്ന് പറയുമ്പോൾ എല്ലാവരും സഹോദരനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് ജാതി അടിസ്ഥാനത്തിലൊന്നുമല്ല. ലോകത്തിലുള്ള മരിയ ഭവനിലെ ഒരു ശുശ്രൂഷയുടെ പ്രത്യേകത ഇതാണ്. ലോകം മുഴുവന് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുക. സ്വാർത്ഥതയുടെ പ്രാർത്ഥനയല്ല. ഇവിടെ വരുന്നവരെല്ലാം ഇവിടെ മധ്യസ്ഥ പ്രാർത്ഥനക്കാരാണ്. ഹല്ലേലൂയ. ഇവിടെ വന്നിട്ട് പോകുന്നവരെല്ലാം 360 ഡിഗ്രി ചക്രവാളത്തിലെ സകലർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. കാരണം ദൈവത്തിന്റെ രാജ്യം ഇവിടെ വരണം. കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന ഏതാണ്? കർത്താവേ, അങ്ങയുടെ നാമം പൂജിതമാകണം, അങ്ങയുടെ രാജ്യം വരണം. എനിക്ക് വേണ്ടി മാത്രമല്ല, എനിക്കും എൻ്റെ വീട്ടുകാർക്കോട് മാത്രമല്ല ഈ അവിടുത്തെ രാജ്യം വരേണ്ടത്, എല്ലാവർക്കും വേണ്ടി. അപ്പോഴാണ് ആ പ്രാർത്ഥിക്കുന്നവരിലേക്ക് കൂടുതൽ ചൈതന്യം ഒഴുകും. ഹല്ലേലൂയ. അതാണ് മധ്യസ്ഥ പ്രാർത്ഥനയുടെ ശക്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉറക്കെ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 10-ാം തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു. യേശു അവളോട്, സമരിയക്കാരിയോട് പറഞ്ഞു, ദൈവത്തിന്റെ ദാനം എന്തെന്നും എനിക്ക് കുടിക്കാൻ തരിക എന്ന് നിന്നോട് ആവശ്യപ്പെടുന്നത് ആരെന്നും അറിഞ്ഞിരുന്നെങ്കിൽ നീ അവനോട് ചോദിക്കുകയും യേശുവിനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവജലം തരികയും ചെയ്യുമായിരുന്നു. ഹല്ലേലൂയ. ആ ജീവജലം നമ്മൾ കണ്ടു, പരിശുദ്ധാത്മാവാണെന്ന് നമ്മൾ കണ്ടു. ഹല്ലേലൂയ. ഞാൻ നൽകുന്ന ജലം അവനിൽ നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയാകും. നമ്മളിൽ നിന്ന് അരുവി ഒഴുകുക. വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് അത് ഒഴുകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. കർത്താവ് പറഞ്ഞു, ഈശോ പറഞ്ഞു, യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 63-ാം വചനത്തിൽ പറഞ്ഞു, ഞാൻ പറഞ്ഞ വചനങ്ങൾ ആത്മാവും ജീവനുമാണ്. പറഞ്ഞിട്ടല്ലേ? യോഹന്നാൻ ശ്ലീഹയുടെ സുവിശേഷം 6-ാം അധ്യായം 63-ാം വചനത്തിൽ പറയുന്നു, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ജീവനും ആത്മാവുമാണ്. ഹല്ലേലൂയ. കർത്താവിന്റെ വചനം ആത്മാവാണ്. ഈ വചനം നമ്മൾ അനുസരിക്കും. ഈശോ അതുകൊണ്ടാണ് പറഞ്ഞത്, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പാലിക്കും. അപ്പോൾ ഞാനും എന്റെ പിതാവും വന്ന് അവരോടൊപ്പം വസിക്കും, അവന്റെ കൂടെ വസിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് വസിക്കുന്നിടത്ത് എന്ത് സംഭവിക്കും? സങ്കീർത്തനം 91 പറയുന്നുണ്ട്. ഹല്ലേലൂയ. സങ്കീർത്തനം 91 പറയുന്നുണ്ട്, നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതനിൽ നീ വാസം ഉറപ്പിച്ചു. കർത്താവ് നമ്മളോട് വന്ന് വസിക്കുമ്പോൾ അത്യുന്നതനിൽ നീ വാസം ഉറപ്പിച്ചു, നിനക്ക് ഒരു തിന്മയും ഭവിക്കുകയില്ല, ഒരു അനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. ഹല്ലേലൂയ. കർത്താവ് നമ്മുടെ കൂടെ വന്ന് വസിച്ചാൽ എന്ത് സംഭവിക്കും? ഒരു തിന്മയും നമ്മുടെ ഭവനത്തിൽ സംഭവിക്കില്ല, നമുക്കും സംഭവിക്കില്ല. ഒരു അനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ കർത്താവ് പഠിപ്പിച്ച കാര്യങ്ങൾ അത് നമ്മൾക്ക് ഓർമ്മയിലേക്ക് കൊണ്ടുവരും, ബോധ്യപ്പെടുത്തി തരും. നമ്മൾ എവിടെ പോയാലും കർത്താവിന്റെ ആത്മാവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, പരിശുദ്ധാത്മാവ് നമ്മൾ വസിക്കുന്നോളം കാലം, യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 26-ാം വചനം പഠിപ്പിക്കുന്നു, എന്നാൽ എന്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ്, സത്യാത്മാവാണ്, സഹായകനായ പരിശുദ്ധാത്മാവാണ്. സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. നമുക്കൊന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഈ പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിക്കുവാൻ വേണ്ടി നമുക്ക് ദൈവം തരുന്ന ദാനങ്ങൾ മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് പരിശുദ്ധാത്മാവ്. ഒരു ശൂന്യവൽക്കരിക്കപ്പെട്ട അവസ്ഥയിലാണ് പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറയുക. നമ്മളിലുള്ള അവസ്ഥകളെല്ലാം മാറ്റി പൂർണ്ണമായ ഹൃദയം കർത്താവിന് കൊടുക്കണം. നമ്മുടെ ഹൃദയത്തിൽ ഒന്നുമില്ലാത്ത ഒരു ശൂന്യമായ മേഖലയിലേക്കാണ് കർത്താവ് പറഞ്ഞു വരിക. നമ്മുടെ പദ്ധതികളെല്ലാം മാറ്റിവെക്കുക. സഹോദരങ്ങളെ, ഞാൻ കഴിഞ്ഞ വർഷം വോളണ്ടറി റിട്ടയർമെന്റ് എടുക്കുന്ന സമയത്ത് അപേക്ഷകളൊക്കെ കൊടുത്തിരുന്നു. പക്ഷേ എനിക്ക് നിശ്ചയിക്കപ്പെട്ട സമയമാകുമ്പോഴൊന്നും എന്നെ അറിയിക്കുന്നില്ല അവർ. എങ്കിലും ഓരോർക്ക് ഞാൻ അങ്ങോട്ട് പോകുന്നുമില്ല, ലീവ് എടുത്തിരിക്കുക സുഖമില്ലാതെ. ഞാൻ ഇരുന്ന് പ്രാർത്ഥിച്ചു. ദിവസവും രാവിലെ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കും, ദിവ്യകാരുണ്യം സ്വീകരിക്കും, പരിശുദ്ധാത്മാവിനാൽ പവിത്രീകൃതമാകും. ഞാൻ പരിശുദ്ധാത്മാവിനെ അങ്ങ് ഏൽപ്പിച്ചു. ഹെഡ് ഓഫീസിലേക്ക് വിളിച്ചന്വേഷിച്ചപ്പോൾ എൻ്റെ ഫയലൊന്നും അവിടെ എത്തിയിട്ടില്ല എന്ന് പറയുന്നു.
ഫയലിനോട് പോകും. ബ്രാഞ്ചിൽ നിന്നും ഹെഡ് ഓഫീസ് റീജിയണൽ ഓഫീസിൽ നിന്നും അയച്ച കാര്യമാണ്. ഹെഡ് ഓഫീസിൽ ഇത് സാങ്ഷൻ ചെയ്യേണ്ടവരെ അവിടെ എത്തേണ്ട സ്ഥലത്ത് എത്തിയിട്ടില്ല, ഒരാഴ്ച കൂടി ബാക്കിയുള്ളൂ. ഞാനെല്ലാം അയച്ചുകൊണ്ടുള്ള അന്വേഷണങ്ങൾ ഞാൻ നടത്തി. ഞാൻ ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിച്ചു, പരിശുദ്ധാത്മാവേ അങ്ങ് കടന്നു ചെല്ലണമേ. ഇന്ന സ്ഥലങ്ങളിൽ നിന്ന് പോയിട്ടുണ്ടോ, ഹെഡ് ഓഫീസിലാണ് മിസ്സായത്. പരിശുദ്ധാത്മാവേ പരിശുദ്ധ അമ്മയും നിങ്ങൾ ഒന്നിച്ച് ചെന്നിട്ട് എനിക്ക് വേണ്ടി അത് ഞാൻ നേരിട്ട് ചെന്നാൽ അവരെന്നെ ചിലപ്പോൾ ഒരുപക്ഷെ സ്വീകരിച്ചെന്ന് വരുന്നില്ല. നിങ്ങൾ ചെന്ന് ആ ഫയലൊന്ന് എടുത്തു കൊടുക്കണം. അന്ന് ഒരു ബുധനാഴ്ച ദിവസം ഞാനിവിടെ വന്ന് ശുശ്രൂഷയെല്ലാം പങ്കെടുത്തതിന് ശേഷം തിരിച്ചു പോയി. എൻ്റെ ഫോണിൽ ഒരു 10-30 മിസ് കോളുകൾ കിടക്കുന്നു. ഹെഡ് ഓഫീസിൽ നിന്നാണ് ആ ഫയല് കിട്ടി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അവൻ സഹായകനാണ്, നമുക്ക് വേണ്ടി പോകുന്നവനാണ്. ആ പരിശുദ്ധാത്മാവ് നമ്മൾ വിളിച്ചപേക്ഷിച്ച നമ്മൾ ആ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് പോകും. നിരാശരാകണ്ട. നിരാശയുടെ ആത്മാവിനെ അല്ല നമുക്ക് തന്നിരിക്കുന്നത്. പരിശുദ്ധ തിമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനത്തിൽ പറയുന്നത്, നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് പീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല. ഹല്ലേലൂയ, പീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല. 1 തിമോഥെയോസ് 1:7 പറയുന്നു, നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് പീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, സ്നേഹത്തിന്റെയും ശക്തിയുടെയും ആത്മനിയന്ത്രണത്തിന്റെയും ആത്മാവിനെയാണ്. ശാന്തതയുടെ ആത്മാവ്. ശാന്തമായിട്ടിരുന്ന് നമ്മൾ പരിശുദ്ധാത്മാവിന്റെ നിത്യസഹായനോട് പ്രാർത്ഥിച്ചാൽ, അവന്റെ സഹായം തേടിയാൽ തീർച്ചയായിട്ടും നമുക്ക് വേണ്ടി അവൻ പോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഏത് മേഖലയിലാണോ നിങ്ങളൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്ന്, ഏത് മേഖലയിലാണ് നമ്മൾ അസ്വസ്ഥപ്പെടുത്തുന്നത്? കാരണം ഏതായാലും പരിശുദ്ധാത്മാവ് അല്ല നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്ന ആത്മാവ്, അതല്ല. അസ്വസ്ഥത വരുന്നെങ്കിൽ നമുക്കൊരു ഡൈവേർഷൻ, ഒരു ഡീവിയേഷൻ നമുക്ക് വേണം. കാരണം സന്തോഷത്തിന്റെയും സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ആത്മാവാണ്, ശാന്തതയുടെ ആത്മാവാണ്, സ്വസ്ഥത കെടുത്തുന്ന അല്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഒന്ന് ശാന്തമായിട്ടിരിക്കുക. ദൈവസന്നിധിയിൽ നമ്മളെ ശൂന്യവലിക്കരെ ചെയ്യിപ്പിച്ചു കൊടുക്കുക. ദൈവമേ എന്റെ ഇഷ്ടമല്ല, നിന്റെ ജീവിതം നിറവേറട്ടെ. അവിടുന്ന് അത് ശുഭമാക്കി മാറ്റും. ഹല്ലേലൂയ. നമുക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതിയാണ് കർത്താവിൻ്റെത്. നമ്മുടെ പദ്ധതിയെല്ലാം ഞാൻ രൂപപ്പെടുത്തി, ഞാൻ കർത്താവിന്റെ അപ്രൂവലിന് വേണ്ടി കാത്തിരിക്കുന്ന വ്യക്തിയായിരുന്നു. ഞാനൊരു പദ്ധതി, എന്റെ മനസ്സിന്റെ പദ്ധതി രൂപപ്പെടുത്തി കൊണ്ടുവന്നിട്ട് കർത്താവിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ച് കർത്താവെ കനിയണമേ എന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരുന്നു. ഇപ്പോൾ എന്റെ ആ പ്രാർത്ഥന മാറി, കർത്താവ് എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറട്ടെ. കാരണം ഒരു കാര്യം മനസ്സിലായി, ഞാൻ ആഗ്രഹിക്കുന്നതിലും ഉന്നതമായി സന്തോഷത്തിന്റെ അതിന്റെ പൂർണ്ണതയിൽ, ആ സത്യത്തിന്റെ പൂർണ്ണതയിലാണ് കർത്താവ് ചെയ്യുക. ഞാൻ ഒരു പക്ഷേ 10 ഡിഗ്രി കുറച്ചായിരിക്കാം, എന്നാൽ കർത്താവ് അത് മഹത്തരമായിട്ടാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ ഞാൻ എന്റെ പദ്ധതിയൊന്നും ഞാൻ രൂപീകരണം ചെയ്യാതെ, ഞാൻ സ്വന്തം പദ്ധതികൾ രൂപീകരിച്ചപ്പോൾ കർത്താവിനെ കൂടാതെ ചെയ്തപ്പോൾ അവിടെ അസ്വസ്ഥതകൾ ഉണ്ടായി, സമാധാനം നഷ്ടപ്പെട്ടു, പരാജയങ്ങൾ സംഭവിച്ചു. എന്നാൽ ഇപ്പോൾ എല്ലാം കർത്താവിന്റെ സന്നിധിയിൽ ആമേൻ പറഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മ ദൈവത്തിന്റെ മുമ്പില് ആമേൻ, കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞതുപോലെ ദൈവ തിരുമുമ്പിൽ വന്നിട്ട് നമ്മുടെ ആഗ്രഹം പറയുക, നമ്മുടെ ആഗ്രഹം പറയുക. നീതിമാന്റെ പ്രാർത്ഥന മേഘങ്ങൾ തുളച്ചു കയറുന്നതാണ്. നമ്മുടെ വിശുദ്ധരോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുക, അഭീഷ്ടരോടെ. മരിയഭവൻ ഇവിടെ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ നിൽക്കുക. മരിയഭവൻ ഇവിടെ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ അച്ഛനുമായിട്ട് ബന്ധപ്പെടാൻ സാധിക്കുക. 2 വർഷം മുമ്പ് ഞാൻ പിരിയാൻ പോകുമ്പോഴേ അച്ഛൻ എന്നോട് പറഞ്ഞത്, അച്ഛൻ്റെ ഇരിക്ക് വന്ന് ആലോചന ചോദിച്ചപ്പോൾ എന്നോട് ആദ്യം പറഞ്ഞത്, ആരോടെങ്കിലും പിണക്കുണ്ടായിട്ടാണോ പിരിയുക, ആരോടെങ്കിലും നീരസമോ പിണക്കോ ഉണ്ടായിട്ടാണോ ജോലി ഉപേക്ഷിക്കുക? ആണെങ്കിൽ അങ്ങനെ ചെയ്യരുത്. സന്തോഷത്തോടുകൂടി രമ്യതയിലായിക്കൊണ്ട് മാത്രം പിരിഞ്ഞു പോരുക. അതാണ് എനിക്ക് തന്ന അച്ഛൻ തന്ന ഉപദേശം. അതാണ് സഹോദരങ്ങളെ നമ്മൾ ആദ്യം കേട്ടത്. ആരോടും വെറുപ്പും വിദ്വേഷവും വെച്ചുകൊണ്ടല്ല, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിന് തടസ്സമാണത്. യോഹന്നാൻ ശ്ലീഹ എഴുതിയ 1-ാം ലേഖനത്തിൽ പറയുന്നുണ്ട്, സ്നേഹത്തിൽ ഭയത്തിനിടമില്ല, പൂർണ്ണമായ സ്നേഹം ഭയത്തെ ബഹിഷ്കരിക്കുന്നു. കാരണം ഭയം ശിക്ഷയെക്കുറിച്ചാണ്. നാളെ എന്ത് സംഭവിക്കും? പരാജയം സംഭവിക്കുമോ? എന്റെ ഭാവി പരാജയത്തിലേക്ക് പോവുകയാണോ? എന്റെ മക്കളുടെ ഭാവി പരാജയത്തിലേക്കാണോ പോവുക? ഒന്ന് രമ്യതയിലേക്ക് വന്ന് ദൈവവും സഹോദരങ്ങളുമായിട്ട് രമ്യതയിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് വിജയിക്കും. ഹല്ലേലൂയ. പൂർണ്ണമായ സ്നേഹം ഭയത്തെ ബഹിഷ്കരിക്കുന്നു. കാരണം ഭയം ശിക്ഷയെക്കുറിച്ചാണ്, പരാജയത്തെക്കുറിച്ചാണ്. എന്ത് സംഭവിക്കും? നിരാശയിലേക്ക് പോവുക. ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ പൂർണ്ണനായിട്ടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതേറ്റ് പറഞ്ഞേ, ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ പൂർണ്ണനായിട്ടില്ല. അതാണ് സഹോദരങ്ങളെ, സ്നേഹത്തിൽ പൂർണ്ണത പ്രാപിക്കുക. ദൈവം സ്നേഹമാണ്. സ്നേഹമായ ദൈവം തന്റെ ആത്മാവിനെ നൽകിയിരിക്കുക. ആത്മാവിന്റെ ഫലങ്ങൾ തന്നെ നമുക്കറിയാം. 1-ാമത്തെ ഫലം നമുക്കറിയാം, സ്നേഹം.
ആ സ്നേഹമുണ്ടെങ്കിൽ ബാക്കി എല്ലാം ഉണ്ട്, സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ട്. ഒന്നിനെയും ഭയപ്പെടുവാനില്ല. എല്ലാവരുമായിട്ട് രമ്യതയിലാണെങ്കിൽ എല്ലാം യോജിപ്പുണ്ട്, കൂട്ടായ്മയുണ്ട്, സാഹോദര്യമുണ്ട്, ഐക്യമുണ്ട്. നമ്മൾ കണ്ടില്ലേ ആദിമ ക്രൈസ്തവ സഭയിൽ അവർ താല്പര്യപൂർവ്വം അനുദിനം കൂട്ടായ്മയോടെ, സന്തോഷത്തോടെ, ഹൃദയലാളിത്യത്തോടെ അപ്പസ്തോലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, പ്രാർത്ഥന, അപ്പം മുറിക്കൽ ശുശ്രൂഷയിൽ സദാ താല്പര്യപൂർവ്വം ഹൃദയലാളിത്യത്തോടെ പങ്കുകൊണ്ടിരുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഏറ്റവും അടുത്ത നിമിഷത്തില് നമ്മുടെ പാപസങ്കീർത്തനം നടത്തിക്കൊണ്ട്, വന്നുപോയ പിഴവുകളെ കുറിച്ച് നമുക്ക് പാപസങ്കീർത്തനം നടത്തിക്കൊണ്ട് ആ സ്വർഗത്തിൽ നിന്നുള്ള, ഉന്നതത്തിൽ നിന്നുള്ള ദാനങ്ങൾ സ്വന്തമാക്കുവാൻ നമുക്ക് സാധിക്കണം. സങ്കീർത്തൻ പറഞ്ഞില്ലേ, ഞാൻ പാപങ്ങൾ ഏറ്റുപറയും, എന്റെ അകൃത്യം ഞാൻ മറച്ചു വയ്ക്കത്തില്ല, എന്റെ അകൃത്യങ്ങൾ ഞാൻ ഏറ്റുപറയും എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവന്റെ പാപങ്ങൾ ദൈവം ക്ഷമിച്ചു. സങ്കീർത്തനം 32:5 പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. ഒരു തീരുമാനമെടുക്കുക. അടുത്ത നിമിഷം ദൈവവും സഹോദരങ്ങളുമായിട്ട് ഒരു രമ്യതയിലേക്ക് വന്നു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് നിറയും. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. പരിശുദ്ധാത്മാ അഭിഷേകം നൽകണമേ. കർത്താവേ, ഞങ്ങളുടെ പരിശുദ്ധാത്മാവിനെ അയക്കണമേ, ഞങ്ങളെ നിറയ്ക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉന്നതത്തിനുള്ള വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ നിറയ്ക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഒന്ന് സന്തോഷത്തോടെ പരസ്പരം ഒന്ന് സ്തുതി കൊടുക്കുക. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.